ഹലോ. ആ നിർമ്മലയെ ഞാൻ കണ്ടു. ജ്യോതിർമയി എവിടെ നിൽക്കുന്നു? നേരെ മുന്നിലേക്ക് നോക്കിയേ, അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ? ഒരു വെള്ളക്കാറല്ലേ? അതെ, ആ കാറിൽ ഞാനുണ്ട്. നിർമ്മല കാറിന്റെ അടുത്തേക്ക് വാ. ആ വരാം. ആളൊഴിഞ്ഞ് ഏതെങ്കിലും ഹോട്ടൽ മുറിയിലോ മറ്റോ വെച്ച് നിർമ്മലയുമായി സംസാരിക്കാന്നാ കരുതിയത്. പക്ഷേ ഫോണിൽ സംസാരിച്ചപ്പോ തന്നെ നിർമ്മലയുടെ പേടി എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഇങ്ങനൊരിടം തെരഞ്ഞെടുത്തത്. വെളിയിൽ വെച്ച് നമ്മൾ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായ അത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. എന്തിനു വാക്കുതർക്കം ഉണ്ടാവുന്നത്? നമുക്കിടയിൽ അതിന് മാത്രം എന്താ പ്രശ്നം? ഞാനിപ്പോ നിർമ്മലയുടെ മുന്നിൽ വന്നത് ഒരു സഹായം ചോദിക്കാനാ. സഹായം? നിർമ്മല ആ ഫോണൊന്ന് ലോക്ക് അഴിച്ച് എന്റെ കയ്യിൽ തരാവോ? ഫോണോ? അതെന്തിന്? നീ ഈ ഫോണിൽ എന്തോ കാണിച്ച് എന്റെ ഭർത്താവ് CKC വിരട്ടുന്നത് ഞാൻ കണ്ടു. നീ കാണിച്ചത് എന്താന്ന് എനിക്കും അറിയണം. ഏയ്, എന്റെ ഫോണിലൊന്നുമില്ല. ആ ഫോൺ ഇങ്ങി താ നിർമ്മലേ. പറഞ്ഞത് ഫോൺ വിട് നിർമ്മലേ. നിന്റെ ഫോണിൽ എന്തോ ഫോട്ടോസ് കിടപ്പുണ്ട്. ആ ഫോട്ടോസ് കണ്ട CKC നിന്നെ ഭയക്കുന്നത്. എനിക്ക് ആ ഫോട്ടോസ് കണ്ടേ പറ്റൂ. ഓടി ഇങ്ങോട്ട്. ഫോൺ തരില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഈ ഫോൺ കിട്ടണം. കിട്ടിയേ പറ്റൂ. ആ ഫോൺ എനിക്ക് താ. ഈ ഫോണിലുള്ള ഫോട്ടോ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്ന എന്തിനാ? നിങ്ങൾ ചെന്ന് നിങ്ങളുടെ സ്വന്തം ഭർത്താവിനോട് കാര്യം ചോദിച്ചാ പോരെ? ഞാൻ ചോദിച്ചാലേ അയാൾ നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടെന്നും നീ അത് കാണിച്ചാണ് അയാളെ ഭീഷണിപ്പെടുത്തുന്നെന്നും പറഞ്ഞ് അയാൾ അങ്ങ് ഒഴിഞ്ഞു കളയും. എന്തായാലും ജ്യോതിർമയിക്ക് ഉത്തരം കിട്ടിയല്ലോ, അതുപോരെ? ഇല്ല, CKC പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഫോണിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മര്യാദയ്ക്ക് ഫോണിൽ ലോക്ക് എടുത്ത് താ നിർമ്മലേ. നോക്ക് ജ്യോതിർമയി, എന്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോയിലെ കാര്യങ്ങൾ അറിയണമെന്ന് വാശി കാണിക്കണ്ട. നടക്കില്ലത്. എന്നെ ഒരു കൊലപാതകയാക്കരുത്. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഈ ഫോൺ എടുക്കുകയും ചെയ്യും, അതിലുള്ള ഫോട്ടോ ഞാൻ കാണുകയും ചെയ്യും. ആ ഫോട്ടോ കണ്ടാലും ജ്യോതിർമയി ഒരു കൊലപാതകയാവും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ ഫോണിലുള്ള ജ്യോതിർമയി കാണണമെന്ന് പറയുന്ന ഫോട്ടോ കണ്ടാൽ അതോട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരാളെ കൊല്ലേണ്ടി വരും ജ്യോതിർമയി. എങ്കിൽ എനിക്ക് ആ ഫോട്ടോ കണ്ടേ പറ്റൂ. നിർമ്മലേ, മാറി നിങ്ങൾക്ക് അങ്ങോട്ട്. കെട്ടിയോന് 6 മാസത്തെ ആയുസ് കൂടിയേ ബാക്കിയുള്ളെന്ന് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു. അതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഫോട്ടോയും തിരക്കി ഇറങ്ങിയിരിക്കുന്നു. എന്താ എന്താ നീ ഉദ്ദേശിച്ചത്? എന്താ, ജ്യോതിർമയിക്ക് അറിയില്ലേ അതിനെക്കുറിച്ച്? CKC ഒന്നും പറഞ്ഞില്ലേ ജ്യോതിർമയോട്? എങ്കിലേ ഞാൻ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. CKCയുടെ തലച്ചോറിൽ കുറച്ച് രക്തം കട്ട പിടിച്ച് കിടപ്പുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട് ദിവസങ്ങൾ എണ്ണി കഴിയാ ജ്യോതിർമയി അയാള്. കൂടിപ്പോയാലൊരു 6 മാസം, അതിൽ കൂടുതൽ അയാൾ ജീവനോടെ ഉണ്ടാവില്ല. നീ രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ ഓരോന്നും പറയുന്നല്ലേ നിർമ്മലേ. മര്യാദയ്ക്ക് ആ ഫോട്ടോ കാണിച്ച എനിക്ക്. നോക്ക്, എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. ആ ഫോട്ടോ കാണിച്ചാൽ മാത്രം മതി. തൽക്കാലം ഒന്നും വേണ്ട, സമയാവട്ടെ. അന്ന് ഞാൻ ഈ ഫോട്ടോ ജ്യോതിർമയെ കാണിക്കും. അല്ലാതെ ഇപ്പൊ തന്നെ അത് അറിഞ്ഞേ പറ്റുന്നുള്ള വാശി വേണ്ട ജ്യോതിർമയി. അനാവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം നേരെ വീട്ടിലേക്ക് ചെല്ല്. CKCയോട് അയാളുടെ രോഗവിവരങ്ങളൊന്ന് ചോദിച്ചറിയ. എന്നിട്ട് അയാളുടെ ആയുസ് നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ആലോചിക്കും. അതൊന്നും നടന്നില്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് ഭർത്താവിന്റെ ആയുസിന് വേണ്ടി ഭജനം ഇരുന്ന് പ്രാർത്ഥിക്കും. ചെല്ല്. നിക്കുടിയോടെ. വേണ്ട ജ്യോതിർമയി, എന്നെ വിട്ടേക്ക്.